ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നിനിവേ ധ്യാനത്തിൻ്റെ 2ാം നാളിലേക്ക് ഏവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ കുർബാന പാപപരിഹാരത്തിൻ്റെ ബലിയാണ്. അതാണ് നമ്മുടെ ഈ 3 ദിവസത്തെ തീമെന്ന് ഇന്നലെ തന്നെ നിങ്ങളെ പറഞ്ഞ് ഒരുക്കിയതാണ്. 2ാം ദിവസത്തേക്ക് എത്തുമ്പോൾ 1ാം ദിവസം കൂടാത്തവരുണ്ടെങ്കിൽ അത് കൂടിയിട്ട് വരണം. റീക്യാപ്പ് തരാം അത്യാവശ്യം മനസ്സിലാകാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് വലിയ ആവർത്തനമായി പോകാതെ തന്നെ ഈ നിനിവേ നിവാസികൾ അവർ ദൈവത്തിന് മുമ്പാകെ പാപം ചെയ്തുവെന്നറിഞ്ഞ് അവരവരുടെ പരിഹാരത്തിൻ്റെ മാർഗം തേടി. ആ മാർഗമാണ് ചാക്കൊടുത്ത് ചാരം പൂശി ഉപവസിച്ചു. പഴയ നിയമത്തിലാകമാനം പാപബോധമുണ്ടായപ്പോൾ അവർ പരിഹാരത്തിൻ്റെ മാർഗം തേടി. അതാണ് കുഞ്ഞാടിനെ കൊന്നത്, കാളക്കുട്ടിയെ കൊന്നത്. പക്ഷെ ഇവയ്ക്കൊന്നും നിത്യമായ പരിഹാരം പറ്റിയില്ല. അത് കർത്താവിൻ്റെ കുരിശിലെ ബലി. കുരിശിലെ ബലി നിത്യമായ പരിഹാരം ആകുന്നെങ്കിൽ പിന്നെ എന്തിനെല്ലാ ദിവസവും കുർബാന അർപ്പിക്കണം? അതിൻ്റെ ഉത്തരം നമ്മൾ ഇന്നലെ പറഞ്ഞു. ജർത്രൂദിൻ്റെ ദർശനത്തിലുണ്ടായ കാര്യം പറഞ്ഞു. നമ്മൾ ഇന്നലെ ആ രീതിയിൽ നമ്മളത് പറഞ്ഞ് അവസാനിപ്പിക്കുകയായിരുന്നു. ഇന്ന് 2ാം നാൾ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ടും നമ്മുടെ പാപാവസ്ഥയുമായി ബന്ധപ്പെട്ട് ശരിക്കും ഈ നിനിവേ ധ്യാനം ഞാൻ ആദ്യം സൂചിപ്പിച്ചായിരുന്നു. 50 നോമ്പ് വരാൻ പോവാണ്. കർത്താവിൻ്റെ പീഡാസഹനത്തിന് ഒരുക്കമായുള്ള നോമ്പ്, ഈശോ എടുത്ത 40 നാളിൻ്റെ നോമ്പും അവൻ്റെ പീഡാസഹനത്തെ ഓർത്തെടുക്കുന്ന അധിക 10 ദിവസത്തിൻ്റെ നോമ്പും കൂട്ടി 50 ദിവസത്തെ നോമ്പിലേക്ക് സഭ പ്രവേശിക്കാൻ പോവാണ്. അതിനു മുന്നേ അനുതാപത്തിൻ്റെ കാഹളം മുഴങ്ങുകയാണ്. അനുതാപത്തിൻ്റെ ആഹ്വാനം ഉയരുകയാണ്. ഈ 3 നോമ്പ് വിശുദ്ധീകരണമാണ് ലക്ഷ്യം. വിശുദ്ധീകരണമാണ് ലക്ഷ്യം. ഇവിടെയുള്ള ഇത്തിരി പോകുന്ന ഇടത്തിലുള്ള ബെനഫിറ്റ്സ് അല്ല. ആത്മാവിനെ സംബന്ധിച്ച് നമുക്കൊരു പ്രാർത്ഥന ഉണ്ടാകട്ടെ. നിർഭാഗ്യവശാൽ നമ്മുടെ പ്രാർത്ഥനകളിൽ ഒന്നും നമ്മുടെ ആത്മാവ് വിഷയമാകുന്നില്ല. ആത്മാവിൻ്റെ അവസ്ഥ പ്രാർത്ഥനയുടെ വിഷയമാകാത്തത് എന്തൊരു സങ്കടമാണെന്നറിയാമോ? സ്വർഗം നമ്മുടെ പ്രാർത്ഥന കേട്ട് സങ്കടപ്പെടുന്നുണ്ടാകും. നമ്മുടെ പ്രാർത്ഥന മുഴുവൻ ഭൗതികമാണ്. ചിന്തിച്ച് നോക്കിക്കോ. ഈ ഉയരുന്ന നിലവിളികൾ മുഴുവൻ എന്തിനു വേണ്ടിയിട്ടാണ്? ഈ കരഞ്ഞ് കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ? പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിക്കാതിരിക്കണ്ട. കാരണം നമുക്ക് വേറെ ആരുമില്ല അഭയം. അത്താണി കർത്താവേ ഉള്ളൂ. ഇവിടുത്തെ സങ്കടങ്ങൾ മറ്റാരോട് പറയാനാ? ദൈവത്തോടല്ലാതെ. പറയണം, പറഞ്ഞ് പ്രാർത്ഥിക്കണം, കണ്ണു നിറഞ്ഞ് പ്രാർത്ഥിക്കണം. പക്ഷെ എൻ്റെ ചോദ്യം, എൻ്റെ ആശങ്കയും എൻ്റെ കൺസേണും ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആവേശത്തിൻ്റെ പകുതി എന്താ നമുക്ക് ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനില്ലാത്തത്? അതായത് ഈ കരങ്ങൾ ഉയർത്തിയും കണ്ണീരൊഴുക്കിയും പ്രാർത്ഥിക്കുന്ന ആരെങ്കിലുമൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ, കർത്താവേ എന്നെ വിശുദ്ധീകരിക്കണേ, കർത്താവേ ഈ പാപത്തിൽ നിന്ന് എന്നെ ഒന്ന് വിടുവിക്കണേ എന്ന് നിലവിളിയോടെ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ, അതിനുവേണ്ടി ഒരു ഉപവാസം എടുത്തിരുന്നെങ്കിൽ, ഒരു നോമ്പ് എടുത്തിരുന്നെങ്കിൽ. നമ്മൾ ഈ നോമ്പ് ഉപവാസം എല്ലാം എടുക്കുന്നത്, എല്ലാ കഷ്ടപ്പാടും എല്ലാ ആത്മീയ അഭ്യാസങ്ങളും കാണിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇവിടെയുള്ള ഒരു വിസിറ്റിന് വന്ന, ഇവിടം വരെ ഭൂമിയിലോട്ടൊരു വിസിറ്റിന് വന്നവരാ. ഇത്രയ്ക്കത്രേ ഉള്ളൂ. നിത്യമായ ഇടം കർത്താവിൻ്റെ സന്നിധിയാണ്. അവിടേക്ക് വേണ്ടി ഒന്നും ശേഖരിച്ചു വെക്കാതെ, ഒരു പ്രാർത്ഥന പോലും പ്രാർത്ഥിക്കാതെ വിസിറ്റിംഗ് വിസ അടിച്ചു വന്ന നമ്മൾ ഇവിടത്തേക്ക് വേണ്ടി തന്നെ കടന്ന് ഈ ബഹളം വെക്കുന്നതല്ലേ എന്തർത്ഥശൂന്യമായിട്ട് മാറുന്നത്? ആത്മാവ് പ്രാർത്ഥനയുടെ വിഷയമാകട്ടെ. നമ്മുടെ ആത്മാവിൻ്റെ അവസ്ഥ നമ്മുടെ തേങ്ങലിൻ്റെ വിഷയമാകട്ടെ. അപ്പം നമ്മൾ ആ പാറ്റേണിലാണ് ഈ ശുശ്രൂഷ കൊണ്ടുപോകുന്നതെന്ന് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് എ കൈൻഡ് ഓഫ് സ്കാറ്റേർഡ് തോട്ട്സ് ആണ്. 4 കാര്യങ്ങളാണ് പ്രത്യേകമായിട്ട് ഇന്ന് ചോദിക്കുന്നത്. ഈ 4 കാര്യങ്ങളുടെ ഉത്തരം നമ്മൾ കണ്ടെത്താൻ പോവാണ് വിശുദ്ധ കുർബാനയുമായിട്ട് ബന്ധപ്പെട്ട്. ആ 4 ചോദ്യങ്ങൾ ആദ്യം പറഞ്ഞേക്കാം. വിശുദ്ധ കുർബാന പാപപരിഹാര ബലിയാണ് എന്നതാണ് നമ്മുടെ കോർ തീം. അതിനകത്ത് നിൽക്കുന്ന ഒരു 4 ചോദ്യങ്ങൾ. ചോദ്യം ആദ്യം പറയാം. ഒന്നാമത്തത്, വിശുദ്ധ കുർബാനയിൽ കിട്ടുന്ന പാപമോചനം ഏത് തരത്തിലുള്ളതാണ്? അതിന് പ്രത്യേക ഉത്തരമുണ്ട്. പല ലെയേഴ്സ് ഉണ്ട്. എന്നാൽ ഒരു കാര്യത്തിൽ ക്രിസ്റ്റൽ ക്ലാരിറ്റി കിട്ടും നമുക്ക്. ഏത് തരത്തിലുള്ള പാപമോചനമാണ് വിശുദ്ധ കുർബാനയിൽ കിട്ടുന്നത്? രണ്ടാമത്തത്, വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് പാപമോചനം കിട്ടുന്നത്? ഏത് തരത്തിലുള്ളതാണ് കിട്ടുന്നത്? 2, എങ്ങനെ നമുക്ക് വിശുദ്ധ കുർബാന പാപപരിഹാര ബലിയായി മാറും നമുക്ക്? മൂന്നാമത്തെ ചോദ്യം ഇന്നലെ നമ്മൾ മെൻഷൻ ചെയ്തായിരുന്നു. അനുദപിക്കാത്ത ഒരു പാപി,
അങ്ങനെ നമ്മൾ തന്നെ ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും. എന്ന് വെച്ചാൽ കുർബാനയ്ക്ക് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും നമ്മുടെ പാപാവസ്ഥയിൽ വ്യത്യാസമില്ല, നമ്മുടെ തീരുമാനത്തിൽ വ്യത്യാസമില്ല. അതായത് ഇന്ന് രാവിലെ കുർബാന അർപ്പിച്ചിട്ട് നമ്മൾ പോകുന്നത് കൊള്ളരുതായ്മ കാണിക്കാനാണ്. അത് പ്ലാൻ ചെയ്ത് വെച്ചിട്ടാണ് കുർബാന അർപ്പിക്കുന്നത്. അവരുടെ പേരാണ് അനുദപിക്കാത്ത പാപി. അനുദപിക്കാത്ത പാപി കുർബാന അർപ്പിച്ചാൽ എന്തെങ്കിലും മെച്ചം ഉണ്ടാകുമോ? അതറിയണം, നമ്മൾ അതറിഞ്ഞിരിക്കണം. അടുത്ത ചോദ്യം, 4ാമത്തെ ചോദ്യം. അതായത് കാലം കുറയായി ഞങ്ങൾ ഈ പാപപരിഹാര ബലി അർപ്പിക്കുന്നു, എന്നിട്ട് വ്യത്യാസമൊന്നും കൺമുമ്പിൽ കാണുന്നില്ല. പാപപരിഹാര ബലി കുർബാന ഞങ്ങൾ കുറേ കാലമായിട്ട് അർപ്പിക്കുന്നുണ്ട്, എന്നിട്ട് അതിൻ്റെ വ്യത്യാസം വല്ല മുമ്പിൽ കാണുന്നില്ല. അതിൻ്റെ ഉത്തരം എന്താണ്? ഈ 4 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഉത്തരം കണ്ടെത്താൻ പോകുന്നത്. ഞാൻ പറഞ്ഞു, കുർബാന പാപപരിഹാര ബലി, ആ വിഷയത്തെ നിന്നുകൊണ്ട് കുറച്ചുകൂടി ആഴത്തിൽ കുർബാനയെ മനസ്സിലാക്കാനുള്ള ശ്രമമാണ്. ഇതിനകത്ത് നനുത്ത ആത്മീയതയില്ല, രോമാഞ്ചത്തിനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് നിങ്ങൾ എഫേർട്ട് എടുക്കണം. നോട്ട്ബുക്കും പേനയും ഉണ്ടാകണം, ശ്രദ്ധയോടെ കേൾക്കണം. യൂട്യൂബിലൊക്കെ കേൾക്കുന്നവരാണെങ്കിൽ ഒന്നുകൂടൊന്ന് റീവൈൻഡ് ചെയ്ത് വീണ്ടും കേൾക്കണം, അത് പതിയണം. 1ാമത്തത്, വിശുദ്ധ കുർബാനയിൽ കിട്ടുന്ന പാപമോചനം പല തരത്തിൽ അതിനെ പറയാം. പക്ഷേ നമ്മൾ ചിന്തിക്കാത്ത ഒരു കാര്യം ഇന്ന് പറഞ്ഞു തരാം. ബാക്കി നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും പറയാം. വിശുദ്ധ കുർബാനയിൽ അറിയാതെ ചെയ്യുന്ന പാപങ്ങൾക്ക് പരിഹാരം കിട്ടുന്നു. ശ്രദ്ധിച്ച് കേട്ടേ, നമ്മൾ അറിയാതെ ചെയ്യുന്ന പാപങ്ങൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മയിലില്ലാത്ത പാപങ്ങൾക്ക് പരിഹാരം കിട്ടുന്നുണ്ട് വിശുദ്ധ കുർബാനയിൽ. ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതായത്. അപ്പം നമ്മൾ ചോദിക്കുക, അറിയാതെ ചെയ്യുന്ന പാപങ്ങൾ എന്തിനാ അതിനെക്കുറിച്ച് വെറിയിടാകുന്നത്? അറിയാതെ ചെയ്തതല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ. നമ്മളൊരു വെള്ള ഷർട്ട് ഇട്ടിരിക്കുകയാണ്. വെള്ള ഷർട്ടിൻ്റെ പുറകിൽ ഒരു നല്ല കനത്തിൽ ഒരു കറ പറ്റിയിട്ടുണ്ട്. നമ്മളിതിനെക്കുറിച്ച് അറിയുന്നില്ല. ഈ കറ നമ്മൾ പറ്റിച്ചതല്ല. പക്ഷെ കറ അവിടെ ഉണ്ടോ ഇല്ലയോ? കറ അവിടെ ഉണ്ട്. ഇതുപോലെയാണ് അറിയാതെ ചെയ്യുന്ന പാപങ്ങൾ നമ്മളിലുണ്ട്. അതുകൊണ്ട് സെയിൻറ്റ് ഗ്രിഗറിയും, വിശുദ്ധനായ ഗ്രിഗറി പറയുന്ന ഒരു ഈ ബൈബിളിലുണ്ട് കേട്ടോ. ഇത്തരം നിങ്ങൾക്ക് ഞാൻ ഹോംവർക്കായിട്ട് തരാം, നിങ്ങൾ തന്നെ ഒന്ന് കണ്ടുപിടിച്ചേ. കർത്താവേ, അറിയാതെ ചെയ്യുന്ന പാപങ്ങളിൽ നിന്ന് എന്നെ കാക്കണമേ, ഞാൻ അറിയാതെ ചെയ്തു പോയ പാപങ്ങളുടെ മേൽ കരുണയാകണമേ എന്നൊക്കെയുള്ള പ്രാർത്ഥനകൾ സങ്കീർത്തനത്തിലുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ യൗവനത്തിൽ ഞാൻ ചെയ്തു പോയ പാപങ്ങൾ എന്നോട് പൊറുക്കണേ എന്നൊക്കെയുള്ള യാചന വരുന്നത് ഇതാണ്, ഈ ഹിസ്റ്ററിയാണ്. ഇതാണ് അതിൻ്റെ പശ്ചാത്തലം. കർത്താവേ, ഞാൻ പോലും മറന്നുപോയ പാപങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്, അതിൻ്റെ മേൽ കരുണയായിരിക്കണേ. ഇതെന്താണെന്നറിയാമോ? അപ്പോൾ ഇത് കുർബാനയിൽ പരിഹാരം കിട്ടും, അല്ലെങ്കിൽ കുർബാന അതിൻ്റെ പരിഹാരം യാചിക്കണം എന്ന് ചോദിക്കുന്ന കാര്യം എന്നറിയാമോ? ഇത് നമ്മൾ ഒരിക്കലും കുമ്പസാരത്തിൽ പറയാൻ പോകുന്നില്ല. ശ്രദ്ധിച്ച് മനസ്സിലാക്കുകയെ, ഈ പാപങ്ങൾ നമ്മൾ ഒരിക്കലും കുമ്പസാരത്തിൽ പറയാൻ പോകുന്നില്ല. കാരണം നമുക്കിതിനെക്കുറിച്ച് അറിയത്തില്ല. ഒരു പാപം പറ്റിപ്പോയി, നമ്മുടെ ജീവിതത്തിൽ ഒരു പാപം സംഭവിച്ചു പോയി. ഒന്നുകിൽ അത് അശ്രദ്ധ കൊണ്ട് വിട്ടുപോയി, അല്ലെങ്കിൽ ഓർമ്മയിൽ തെളിയുന്നില്ല. അപ്പോൾ എന്ത് പറ്റി? അത് കുമ്പസാരത്തിൽ പറഞ്ഞിട്ടില്ല. അറിയാതെ ചെയ്യുന്ന പാപങ്ങൾ മനസ്സിലാക്കുകയെ, അതിനെവിടെ പരിഹാരം കിട്ടും? അതിന് കുർബാനയിൽ ആ പാപങ്ങൾ മാഞ്ഞു പോകും. അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രിഗറി പറയുന്നൊരു വാക്യം ഇങ്ങനെയാണ്: നീതിമാന്മാർ തങ്ങൾക്ക് സംഭവിച്ചു പോയ പാപങ്ങളെ ഓർത്തല്ല ഭയചകിതരാകുന്നത്, അറിവില്ലായ്മ കൊണ്ട് അറിയാതെ പറ്റിപ്പോയ പാപങ്ങളെ ഓർത്ത് അവർ ആശങ്കപ്പെടാറുണ്ട്. കാരണം എന്താ? ആ ബോധപൂർവം സംഭവിച്ച പാപങ്ങളെ അവർക്കറിയാം. കരുണയുടെ കൂടാരത്തിൽ, കുമ്പസാരക്കൂട്ടിൽ അനുദപിച്ച് പ്രാർത്ഥിച്ച് പ്രായശ്ചിത്തവും പരിഹാരവും നേടിയെടുക്കാൻ പറ്റുമെന്ന് നീതിമാന്മാർക്കറിയാം. പക്ഷേ അറിയാതെ വന്നുപോയ പാപങ്ങളെ ഓർത്ത് അവരാശങ്കപ്പെടുന്നു, അവർ ഭയചകിതരാകുന്നു. ഇതിനോട് ചേരുന്നൊരു വാക്യം കൂടെ ധ്യാനിക്കാം നമുക്ക്. 1 കോരിന്തോസ് എടുക്കാം. 1 കോരിന്തോസുകാർക്കുള്ള 1-ാം ലേഖനത്തിൻ്റെ 4-ാം അധ്യായം 4-ാം വാക്യം ഇങ്ങനെയാണത്. 1 കോരിന്തോസ് 4:4. ഞാൻ ഏതെങ്കിലും തരത്തിൽ കുറ്റക്കാരനാണെന്ന് എനിക്ക് ബോധ്യമില്ല. അതായത് എൻ്റെ അറിവിൽ എനിക്കൊരു കുറ്റം ഇല്ല, എന്നാൽ അതുകൊണ്ട് മാത്രം ഞാൻ നീതീകരിക്കപ്പെട്ടുവെന്ന് അർത്ഥമില്ല. എൻ്റെ അറിവിൽ എനിക്കൊരു കുറ്റമില്ല, അതുകൊണ്ട് മാത്രം നീതീകരിക്കപ്പെട്ടുവെന്ന് അർത്ഥവുമില്ല. ഇതാണ് അറിയാതെ പറ്റുന്ന വീഴ്ചകൾ. ദൈവജനമേ, അറിയാതെ പറ്റുന്ന വീഴ്ചകൾക്ക് കുർബാനയിൽ പരിഹാരമുണ്ട്. 2ാമത്തെ ചോദ്യം എന്തായിരുന്നു? എങ്ങനെയാണ് പാപമോചനം കിട്ടുന്നത്? കുർബാനയിലെ പാപമോചനത്തെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം? ഇത് പറയാൻ തുടങ്ങുമ്പോഴേ ഞാൻ ജാമ്യം എടുക്കട്ടെ,
ഞാൻ ഈ പറയുന്നത് മാത്രമല്ല, ഇഷ്ടം പോലെ കാര്യങ്ങൾ നമുക്ക് ധ്യാനിക്കാനുണ്ട്. ഇത് ഒരു കാര്യം പറയുന്നതേ ഉള്ളൂ, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഞാൻ ഈ പറയുന്നൊന്നും ആബ്സല്യൂട്ട് ഒന്നും അല്ല, ഇതിന് പുറത്ത് ഒത്തിരി ഉണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് നിങ്ങൾ പറയരുത്, അയ്യോ ഇത് മുഴുവൻ ഇല്ലല്ലോ, എൻ്റെ ടോക്ക് പൂർണ്ണമല്ലല്ലോ. പൂർണ്ണമല്ലെന്ന് എനിക്കും അറിയാം, പൂർണ്ണമല്ല. ഇതൊരു കാര്യം പറയുന്നു. ഒന്നാമത് നമ്മൾ പറയുന്നത്, അറിയാതെ പറ്റിപ്പോകുന്ന വീഴ്ചകൾക്ക് ഇഷ്ടം പോലെ കാര്യങ്ങൾ നമുക്ക് ധ്യാനിക്കാനുണ്ട്. ഇത് ഒരു കാര്യം പറയുന്നതേ ഉള്ളൂ, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഞാൻ ഈ പറയുന്നൊന്നും ആബ്സല്യൂട്ട് ഒന്നും അല്ല, ഇതിന് പുറത്ത് ഒത്തിരി ഉണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് നിങ്ങൾ പറയരുത്, അയ്യോ ഇത് മുഴുവൻ ഇല്ലല്ലോ, എൻ്റെ ടോക്ക് പൂർണ്ണമല്ലല്ലോ. പൂർണ്ണമല്ലെന്ന് എനിക്കും അറിയാം, പൂർണ്ണമല്ല. ഇതൊരു കാര്യം പറയുന്നു. ഒന്നാമത് നമ്മൾ പറയുന്നത്, അറിയാതെ പറ്റിപ്പോകുന്ന വീഴ്ചകൾക്ക്. ഒരാൾക്കെതിരെ ഒരു വലിയ ദ്രോഹം ചെയ്തു, എനിക്കിദ്ദേഹത്തോട് രമ്യപ്പെടണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, ഒന്നുകൂടെ കൂട്ടുകൂടണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാനപ്പോൾ അതിനെടുക്കുന്ന പല മെത്തേഡ്സിൽ ഒന്നാണ് എന്നറിയാമോ, അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഒരു സമ്മാനം പൊതിഞ്ഞെടുത്ത് എനിക്ക് മുമ്പേ അയാളിലേക്ക് എത്തിക്കും. എനിക്ക് മുമ്പേ ആ സമ്മാനം അയാളിലേക്ക് എത്തിക്കും. അപ്പം ആ സമ്മാനത്തിനാലേ അദ്ദേഹം എന്നിൽ പ്രീതനാകും. ആ സമ്മാനത്തിനാലേ അദ്ദേഹം എന്നിൽ പ്രീതനാകും. ഇത് തന്നെയാണ് പരിശുദ്ധ കുർബാന. ഇത് തന്നെയാണ് പരിശുദ്ധ കുർബാന. കർത്താവിന് ഏറ്റവും പ്രീതികരമായ കർത്താവ് ദൈവത്തിൻ്റെ തിരുപുത്രനെ സമ്മാനമായി പിതാവിൻ്റെ മുമ്പിൽ നമ്മൾ അർപ്പിക്കുകയല്ലേ ശരീരരക്തങ്ങളാൽ. കർത്താവ് ഈ കാഴ്ചകളെ സ്വീകരിക്കണമേ. എന്താ ഈ കാഴ്ച? നിന്റെ പുത്രൻ്റെ ശരീരവും രക്തവും. അവൻ്റെ ഗുണങ്ങളാലേ, അവൻ്റെ യോഗ്യതകളാലേ എന്നോട് കരുണ കാണിക്കണമേ, എൻ്റെ പാപങ്ങളുടെ മേൽ കരുണയാകണമേ എന്ന് പ്രാർത്ഥിക്കുകയല്ലേ വിശുദ്ധ കുർബാനയിൽ. ഇങ്ങനെയാണ് കുർബാനയിലെ പാപപൊറുതിയെ മനസ്സിലാക്കേണ്ടത്. കർത്താവ് നമ്മളോട് കാണിക്കുന്ന ക്ഷമയെ, പാപമോചനത്തെ മനസ്സിലാക്കേണ്ട ഒരു രീതി ഇതാണ്. ഇതിന് ബൈബിളിൽ തന്നെ പ്രോട്ടോടൈപ്പ് കിടപ്പുണ്ട്. ഇത് കൃത്യം ഇതിൻ്റെ ഒരു സൂചന ബൈബിളിൽ കിടപ്പുണ്ട്. പഴയ നിയമത്തിൽ ബൈബിൾ എടുക്കാം നമുക്ക്. ഉൽപ്പത്തി പുസ്തകം 32:10. ഉൽപ്പത്തി പുസ്തകം ഇതെടുത്ത് അടയാളപ്പെടുത്തണം. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 10-ാം വാക്യം. എന്താ സംഭവം? ഏസാവും യാക്കോബും. ഏസാവിനെ പറ്റിച്ചിട്ട് കൂടപ്പുറപ്പായ യാക്കോബ് തോന്നിവാസം കാണിച്ച് എല്ലാം എടുത്തുകൊണ്ട് പോയി. യാക്കോബിന് തോന്നലുണ്ടാകുന്നു, എന്ത്? ചേട്ടായിയുമായിട്ട് രമ്യപ്പെടണം. ആരുമായിട്ട്? ഏസാവുമായിട്ട് രമ്യപ്പെടണം, കൂട്ടുകൂടണം. കൃത്യം കണക്ട് ചെയ്തേ. ഇത് തന്നെയല്ലേ നമുക്ക് സംഭവിച്ചത്? ദൈവത്തോട് അകന്നുപോയി. നമുക്ക് ആഗ്രഹം രമ്യപ്പെടണം, യാക്കോബിൻ്റെ ആഗ്രഹം പോലെ രമ്യപ്പെടണം. ഇനിയാണ് വാക്യം. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 20-ാം വാക്യം. ഉൽപ്പത്തി 32:20 നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? യാക്കോബ് ചിന്തിക്കുകയാണ്, ഞാൻ മുൻകൂട്ടി അയച്ചിരിക്കുന്ന സമ്മാനം കൊണ്ട് എനിക്കവനെ പ്രീതിപ്പെടുത്താനാകും. യാക്കോബ് കുറേ സമ്മാനങ്ങൾ ഏസാവിന് കൊടുക്കുക. കുറേ സമ്മാനങ്ങൾ ഈ യാക്കോബിന് മുമ്പേ ഏസാവിലേക്ക് എത്തിക്കുകയാണ്. എന്നിട്ട് യാക്കോബ് ചിന്തിക്കുകയാണ്, ഞാൻ മുൻകൂട്ടി അയച്ചിരിക്കുന്ന സമ്മാനം കൊണ്ട് എനിക്കവനെ പ്രീതിപ്പെടുത്താനാകും. അത് കഴിഞ്ഞ് ഞാൻ അവനെ നേരിൽ കാണും, അവൻ എന്നെ സ്വീകരിച്ചേക്കും. കറക്റ്റ് കുർബാനയല്ലേ ഇത്? കുർബാനയിൽ ഞാൻ മുൻകൂട്ടി അയക്കുന്ന സമ്മാനത്തിനാലേ അവൻ എന്നിൽ പ്രീതനാകും. എന്താ ഈ സമ്മാനം? പിതാവിന് ഏറ്റവും പ്രിയമുള്ള പുത്രനെ പിതാവിൻ്റെ മുമ്പിൽ കാണിക്കുകയാണ്. ശരീരരക്തങ്ങളുടെ സാദൃശ്യങ്ങളിൽ പിതാവിൻ്റെ ഈ കാഴ്ച സ്വീകരിക്കണമേ. കുർബാനയിൽ, എല്ലാ കുർബാനക്രമത്തിലും, ലത്തീൻ കുർബാനയിലും മലബാർ കുർബാനയിലും എല്ലാം പറയുന്നില്ലേ, കർത്താവേ ഞങ്ങളുടെ ഈ കാഴ്ചയിൽ നീ സംപ്രീതനാകണമേ. എന്താ കാഴ്ച? നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഓറഞ്ചും ആപ്പിളും ആണോ? അല്ല. കർത്താവേ ഈ ശരീരരക്തങ്ങളിൽ, ഇതാരായത്? തിരുക്കുമാരൻ, അവൻ്റെ പീഡാസഹനത്തിൻ്റെ യോഗ്യതകൾ, അവൻ്റെ തിരുഹിതം നിറവേറ്റിയ കുരിശുമരണത്തെ തിരുമുമ്പാകെ ഞങ്ങൾ കാണിക്കുന്നു. ഈ സമ്മാനത്തിനാലേ ഞങ്ങളുടെ മേൽ കരുണയാകണേ. അതല്ലേ ഈ പറയുന്നത്? അത് കഴിഞ്ഞ് ഞാൻ അവനെ നേരിൽ കാണും. ഈ കുർബാന അർപ്പണം കഴിഞ്ഞ് ഞാൻ എൻ്റെ ദൈവത്തെ നേരിൽ കാണും. അവൻ എന്നെ സ്വീകരിച്ചേക്കും. കാരണം എന്താ? മുമ്പേ ഒരു സമ്മാനം കൊടുത്തു. ഇങ്ങനെയാണ് കുർബാനയിലെ പാപമോചനത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ 2 കാര്യങ്ങളാണ് ഇതുവരെ ഈ ദിവസം നമ്മൾ 2-ാം നാൾ, നിനിവേ ധ്യാനത്തിൻ്റെ 2-ാം നാൾ കേട്ടത്. ഒന്നാമത്തെ കാര്യം, വിശുദ്ധ കുർബാനയിൽ അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്ന് വിടുതൽ ലഭിക്കും.
അറിയാതെ പറ്റുന്ന വീഴ്ചകൾ അറിയാതെ പറ്റിയതല്ലേ എന്ന് വിചാരിച്ച് ലാഘവത്തോടെ എടുക്കരുതേ. അവയൊക്കെ നമ്മുടെ മേൽ കറയായി കിടപ്പുണ്ട്. അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്ന് നമുക്ക് വിടുതൽ ലഭിക്കും. രണ്ടാമത്തത്, എങ്ങനെയാണ് ഈ പാപമോചനം നമുക്ക് കിട്ടുന്നത്? കർത്താവിൽ നിന്ന് അകന്നു പോയ നമ്മൾ തിരുമുമ്പാകെ, ദൈവത്തിരുമുമ്പാകെ, പിതാവിൻ്റെ മുമ്പിൽ ഒരു സമ്മാനം എടുത്തു വെക്കുകയാണ്. ആ സമ്മാനം എന്താ? തിരുപുത്രൻ, തിരുക്കുമാരനെ മുമ്പിൽ കാണിക്കുകയാണ്. അതിനെക്കുറിച്ച് പറയുന്നത് ഈ പിതാക്കന്മാരുടെ എഴുത്തുകളിലൊക്കെ ഉള്ളൊരു കാര്യം ഇതാണ്: മിശിഹായുടെ രക്തം നമുക്ക് വേണ്ടി കരുണയ്ക്കായി നിലവിളിക്കുമെന്ന്. ഈ കുർബാന ഇങ്ങനെ എടുത്തുയർത്തി പിതാവിൻ്റെ മുമ്പിൽ കാണിക്കുമ്പോൾ സംഭവിക്കുന്നത്, മിശിഹാ തമ്പുരാൻ്റെ രക്തം നമുക്ക് വേണ്ടി കരുണയ്ക്കായി നിലവിളിക്കും. പാപങ്ങളുടെ, നമ്മൾ ചെയ്തു കൂട്ടിയ പാപം നമുക്കെതിരെ പ്രതികാരത്തിനായി നിലവിളിക്കുന്നതിൻ്റെ മുകളിൽ മിശിഹാ രക്തത്തിൻ്റെ നിലവിളി മുഴങ്ങും. അങ്ങനെ മനസ്സിലാക്കിക്കേ, നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന പാപങ്ങൾ നമുക്കെതിരെ പ്രതികാരത്തിനായി നിലവിളിക്കുന്നതിൻ്റെ മുകളിൽ കർത്താവ് തമ്പുരാന്റെ രക്തത്തിൻ്റെ നിലവിളി ദൈവത്തിന് മുമ്പാകെ മുഴങ്ങും. അങ്ങനെയാണ് കുർബാനയാലേ നമുക്ക് പാപമോചനം ലഭിക്കും. ഇതാണ് പൗലോസ്ലീഹ പറയുന്നത്, അവൻ്റെ രക്തത്താൽ അവൻ നമ്മളെ നീതീകരിച്ചു. വി ആർ ജസ്റ്റിഫൈഡ് ബൈ ഹിസ് ബ്ലഡ് എന്ന് പറയുന്നത് ഇത് നീതീകരണമാണ്. നീതീകരണം എന്താ? ഒരു വക്കീല് തൻ്റെ തൻ്റെ കക്ഷിക്ക് വേണ്ടി ജഡ്ജിയുടെ മുമ്പിൽ വാദിച്ച് അവനെ നീതീകരിക്കില്ലേ? അതുപോലെ കർത്താവിൻ്റെ രക്തം പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന നമ്മുടെ മുകളിൽ ഒരു പൊതിയല് പൊതിഞ്ഞിട്ട് നമ്മളെ ജസ്റ്റിഫൈ ചെയ്യുകയാണ്. ജഡ്ജി നോക്കുമ്പോൾ നമ്മൾ കൊള്ളാം. കാരണം എന്താ? നമ്മൾ കവർ ചെയ്യപ്പെട്ടിരിക്കുന്ന എന്തിനാലെയാണ്? കർത്താവിൻ്റെ രക്തത്താലേ, കുർബാനയാലേ നമ്മൾ പൊതിയപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ എല്ലാ ദിവസവും പോയി അർപ്പിക്കുന്ന കുർബാനയിൽ ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണേ. ഇതാണ് ഞാൻ പണ്ട് കാരുണ്യ വഴിയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഏദൻ തോട്ടത്തിൽ, ഇതുമായിട്ടെല്ലാം കണക്റ്റഡ് ആണ്. ഏദൻ തോട്ടത്തിൽ പാപം ചെയ്ത ആദവും ഹൗവായും പച്ചില കൊണ്ട് തുന്നിക്കെട്ടിയ ഒരു വസ്ത്രമുണ്ടാക്കി. പച്ചില കൊണ്ട് തുന്നിക്കെട്ടിൽ എത്ര ദിവസം നിൽക്കും? 3 ദിവസം കഴിയുമ്പോൾ കരിഞ്ഞു പോകില്ലേ? അല്ലെങ്കിൽ അത് പശുവോ ആടോ തിന്നുകൊണ്ട് പോയാൽ പിന്നെ നഗ്നനായി പോകില്ലേ? അപ്പൊ കർത്താവ് എന്ത് ചെയ്തു? ദൈവം ഇറങ്ങി വന്ന് തോലുകൊണ്ട്, കർത്താവിൻ്റെ കരുണ കണ്ടോണേ, പാപം ചെയ്തവൻ്റെ മേൽ പോലും കർത്താവിൻ്റെ കരുണയാണ്, തോലുകൊണ്ട് ആദത്തെയും ഹൗവായെയും ഉടുപ്പിച്ചുവെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാകും, തോലെങ്ങനെ വന്നു? ഏദൻ തോട്ടത്തിൽ തോല് എങ്ങനെ വന്നു? തോല് വന്നിട്ടുണ്ട്. എൻ്റെ അർത്ഥം എന്താ? കുഞ്ഞാടിനെ കൊന്നിട്ടുണ്ട്. കുഞ്ഞാടിനെ കൊല്ലാതെ എങ്ങനെ തോല് കിട്ടും? ഇത് പാമ്പ് പടം പൊഴിക്കുന്നത് പോലെ ഉരിഞ്ഞിടുന്ന സാധനമല്ലോ തോല്. തോല് കിട്ടണമെങ്കിൽ കുഞ്ഞാടിനെ കൊന്നിട്ടുണ്ട്. കുഞ്ഞാടിനെ കൊന്ന് ആ തോല് കൊണ്ട് ആദത്തെയും ഹൗവായെയും പൊതിഞ്ഞു. അന്ന് കൊല്ലപ്പെട്ട കുഞ്ഞാട്, അതാണ് കാൽവരിയിൽ കൊല്ലപ്പെടുന്ന കുഞ്ഞാട്. തോലിൻ്റെ വസ്ത്രത്തിൻ്റെ മുകളിൽ ഇനിയൊരു പരിഹാരം ചെയ്യുന്നതെന്നറിയാമോ? കർത്താവിൻ്റെ ശരീരത്തിൽ, ഇങ്ങനെ ശ്രദ്ധിച്ചേ നിങ്ങൾ, കർത്താവിൻ്റെ ശരീരത്തിൽ അവൻ കുരിശിൽ മരിക്കുമ്പോൾ എന്തുണ്ട്? ലോകത്തിൻ്റെ മുഴുവൻ പാപങ്ങളുണ്ട്. ലോകത്തിൻ്റെ മുഴുവൻ പാപവും ആരുടെ ശരീരത്തിലുണ്ട്? കർത്താവിൻ്റെ ശരീരത്തിലുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ ദേഹത്തേക്ക് പിതാവ് നോക്കുമ്പോൾ പിതാവ് കാണേണ്ടത് എന്താ? ലോകത്തിൻ്റെ പാപങ്ങളെയല്ലേ കാണേണ്ടത്. പക്ഷെ പിതാവിന് ലോകത്തിൻ്റെ പാപത്തെ കാണാൻ പറ്റിയില്ല. എന്തുകൊണ്ടാ? ആ ലോകപാപങ്ങളെ പുത്രൻ അവൻ്റെ ചോര കൊണ്ട് പൊതിഞ്ഞു. അവൻ്റെ തകർക്കപ്പെട്ട ശരീരത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ ചോര കൊണ്ട് ആ പാപത്തെ അങ്ങ് പൊതിഞ്ഞു പിടിച്ചു. പുതിയൊരു വസ്ത്രം വരിക നമുക്ക്, രക്തത്തിൻ്റെ വസ്ത്രം, തിരുക്കുമാരൻ്റെ രക്തം കൊണ്ട് നെയ്തെടുത്തൊരു വസ്ത്രം. അതാണ് വെളിപാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ? സ്വർഗത്തിലേക്ക് പ്രവേശനം കിട്ടുന്ന ആരാണ്? കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെടിപ്പാക്കിയവർ കർത്താവിൻ്റെ സിംഹാസന സവിധേ പ്രവേശിക്കുന്നു. പ്രിയമുള്ളവർ, ഇതാണ് കുർബാനയിൽ സംഭവിക്കുന്നത്. പരിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെ നമ്മൾ സൗകര്യാർത്ഥം മറന്നു കളയുകയാണ്. കുർബാനയിൽ കർത്താവിൻ്റെ രക്തം നമുക്ക് വേണ്ടി കരുണയ്ക്കായി ദൈവത്തിന് മുമ്പാകെ നിലവിളിക്കുകയാണ്. നമ്മൾ ചെയ്തു വെച്ച പാപങ്ങൾ പ്രതികാരത്തിനായി നിലവിളിക്കുന്നതിൻ്റെ മുകളിൽ കർത്താവിൻ്റെ ശബ്ദം നമുക്ക് വേണ്ടി, അവൻ രക്തം നമുക്ക് വേണ്ടി ശബ്ദമുയർത്തുകയാണ്.
അങ്ങനെയാണ് നമുക്ക് പാപമോചനം കിട്ടുന്നത് എന്ന് മനസ്സിലാക്കുക. അടുത്തത് മൂന്നാമത്തെ ചോദ്യം, അനുതപിക്കാത്തൊരു പാപിക്ക് കുർബാന മെച്ചമുണ്ടാക്കുമോ? അനുതപിക്കാത്തൊരു പാപിക്ക് കുർബാന മെച്ചമുണ്ടാക്കുമോ? സ്ട്രെയിറ്റ് അവേ പറയേണ്ട ഉത്തരം ഇല്ല എന്നാണ്. ഇല്ല എന്നുള്ളതാണ്. നമ്മൾ ഡിസ്പോസിഷൻ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ചെയ്യുന്ന ഏത് സ്പിരിച്വൽ ആക്ടിവിറ്റിയിലും ഡിസ്പോസിഷൻ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ അവിടം കൊണ്ട് നിന്ന് പോകരുതേ. ഇതിൻ്റെ ബാക്കി പ്രധാനപ്പെട്ടതാണ്. അനുദപിക്കാത്തൊരു പാപിക്ക് കുർബാന എങ്ങനെയാണ് അതിൻ്റെ ബെനഫിറ്റ് ഉണ്ടാകുന്നത്? ശ്രദ്ധിച്ചേ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു രഹസ്യമാണ്. വളരെ പ്രധാനപ്പെട്ട രഹസ്യമാണ്. അതായത് അനുദപിക്കാത്ത പാപിയുടെ മേൽ പോലും കുർബാന അർപ്പിക്കുമ്പോൾ കർത്താവ് കൊടുക്കുന്നൊരു കരുണ മനസ്സിലാക്കി വെക്കണം. ഇത് ഒറ്റ ചിന്തയിലൊന്നും കിട്ടുന്നല്ല. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഞാനത് എളിമയോടെ പറയുക, ശ്രദ്ധിച്ചിരുന്നേ. അനുദപിക്കാത്ത പാപിക്ക് കുർബാന അർപ്പിക്കുമ്പോൾ എന്താണ് മെച്ചം? അവന് പോലും മെച്ചമുണ്ടെന്ന്. രണ്ട് രീതിയിൽ മെച്ചമുണ്ട്. ഒന്നൊരു ഭൗതിക മെച്ചമുണ്ട്, രണ്ടൊരു ആത്മീയ മെച്ചമുണ്ട്. ശ്രദ്ധിച്ചിരിക്കുക. അനുദപിക്കാത്ത പാപി കുർബാന അർപ്പിക്കുമ്പോൾ അവനൊരു ഭൗതിക മെച്ചം ഉണ്ടാകുന്നുണ്ട്, ഒരു ആത്മീയ മെച്ചവും ഉണ്ടാകുന്നുണ്ട്. ഭൗതിക മെച്ചം എന്താ? ഭൗതിക മെച്ചം കുർബാന അർപ്പിക്കുന്ന, ദൈവിക കാര്യങ്ങളിൽ ഏർപ്പെടുന്ന എല്ലാവർക്കും നിത്യതയിലേക്ക് കർത്താവ് ഒരു സമ്മാനം ശേഖരിച്ചു വെക്കുന്നുണ്ട്. ശ്രദ്ധിച്ചേ, കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നവർക്ക്, പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നവർക്ക് നിത്യതയിലേക്ക് കർത്താവ് ഓരോ കുർബാനയിലും ഓരോ മുത്തെടുത്ത് വെക്കുന്നത് പോലെ നിത്യതയിലേക്ക് കർത്താവ് സമ്മാനം ഒരുക്കി വെക്കുന്നുണ്ട്. കിട്ടിയോ? ഇനി ഈ അനുദപിക്കാത്ത പാപിയില്ലേ, ഇവൻ എവിടെ എത്താൻ സാധ്യതയില്ല? നിത്യതയിലെത്താൻ സാധ്യതയില്ല. അപ്പോൾ കർത്താവിൻ്റെ കരുണ എങ്ങനെ പ്രവർത്തിക്കുന്നറിയാമോ? നിത്യതയിൽ കൊടുക്കാൻ പറ്റാത്ത ഗിഫ്റ്റിൻ്റെ കുറച്ചെടുത്ത് ഇവൻ എവിടെ കൊടുക്കും? ഇവിടെ കൊടുക്കും, ഇവിടെ കൊടുക്കും. അനുദപിക്കാത്ത പാപിക്ക് പോലും കുർബാന അർപ്പിക്കുമ്പോൾ ഭൗതിക മെച്ചപ്പാടുണ്ടാകും. എങ്ങനെയത്? കുർബാന അർപ്പിച്ചപ്പോൾ തന്നെ നിത്യതയിലേക്ക് അവൻ സമ്മാനം ശേഖരിച്ചു. ഇവൻ നിത്യതയിലെത്താൻ സാധ്യതയില്ലാത്തത് കൊണ്ട് കർത്താവ് നിത്യതയുടെ ശേഖരത്തിൽ നിന്ന് കുറച്ചെടുത്ത് ഇവനെ ഭൗതികതയിൽ കൊടുക്കും. അപ്പോൾ ചില അപകടങ്ങൾ ഇവൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകും. ചില അപകടങ്ങൾ മാറിപ്പോകും. അതിങ്ങനെ കിട്ടുന്ന ഗിഫ്റ്റാണ്. ചില കാര്യങ്ങൾ ചിലപ്പോൾ അനുദപിക്കാൻ കർത്താവ് കുറച്ചുകൂടെ സമയം കൊടുക്കും. അതിങ്ങനെ കിട്ടുന്നതാ. കുർബാന അർപ്പിച്ചിട്ട് കിട്ടുന്ന ഗിഫ്റ്റാണ്. നമ്മൾ ഈ സംസാരിക്കുന്നത് ഒരു സ്പിരിച്വൽ റലമാണ്. അതിനെ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. രണ്ടാമത്തത്, ആത്മീയ തലത്തിൽ അനുദപിക്കാത്ത പാപി കുർബാന അർപ്പിക്കുമ്പോൾ കിട്ടുന്ന മെച്ചം എന്താണ്? രണ്ട് മെച്ചങ്ങളാണ്. ഒന്ന്, നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ദൈവ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ പാപബോധം ഉണ്ടാകും. അവന് പാപത്തെക്കുറിച്ച് മെല്ലെ മെല്ലെ ബോധ്യം കിട്ടും. രണ്ടാമത്തത്, പാപത്തെ ഒത്തിരി പ്രിയത്തോടവൻ ചേർത്ത് പിടിച്ചിരിക്കുന്ന പാപത്തെ ഉപേക്ഷിക്കാൻ അവന് കൃപ കിട്ടും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, 4 ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് വിചാരിച്ചതാണ്. സമയക്കുറവ് കൊണ്ട് നമ്മൾ 3 ചോദ്യത്തിൽ നിർത്തുകയാണ്. നാളത്തേക്ക് നമുക്ക് മറ്റേ ചോദ്യം, മിസ്സായ ചോദ്യം പറയാൻ പറ്റുമെന്ന് വിചാരിക്കാം. ഇത്രയാണ് ഇന്ന് നമ്മൾ ചിന്തിച്ചത്. വിശുദ്ധ കുർബാന പാപപരിഹാര ബലി എന്ന കോർ തീമിൽ നിന്നുകൊണ്ട് നമ്മൾ ഇന്ന് മനസ്സിലാക്കിയ 3 കാര്യങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ അറിയാതെ പറ്റിപ്പോകുന്ന പാപങ്ങളിൽ നിന്ന് വിശുദ്ധ കുർബാന നമുക്ക് വിടുതൽ നൽകുന്നുണ്ട്. രണ്ടാമത്തത്, എങ്ങനെയാണ് കുർബാനയിൽ പാപമോചനം നമുക്ക് കിട്ടുന്നത്? കർത്താവിൽ നിന്ന് അകന്നു പോയവർ കർത്താവിനായി ഒരു ശ്രേഷ്ഠ സമ്മാനത്തെ കാഴ്ചവെക്കുന്നു. തിരുക്കുമാരൻ്റെ ശരീരരക്തങ്ങൾ, കർത്താവിൻ്റെ രക്തം നമുക്കായി നിലവിളിക്കുന്നു. എപ്രകാരം? നമ്മുടെ പാപം നിലവിളിക്കുന്നതിൻ്റെ മുകളിൽ അവൻ്റെ രക്തം നമുക്കായി നിലവിളിക്കുന്നു. മൂന്നാമത്തത്, അനുദപിക്കാത്ത പാപിക്ക് കുർബാന അർപ്പിക്കുമ്പോൾ എന്തെങ്കിലും മെച്ചം കിട്ടുമോ? അത് വലിയൊരു ആത്മീയ രഹസ്യമാണെന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ ഈ ഭൂമിയിൽ കർത്താവിന് വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും നിത്യതയിൽ പ്രതിഫലമുണ്ട്. അപ്പോൾ പിന്നെ കുർബാന അർപ്പിച്ചാൽ, അർപ്പിക്കുന്ന ഓരോ കുർബാനയ്ക്കും എത്രയധികമായി നിത്യതയിൽ പ്രതിഫലമുണ്ടാകും. പക്ഷേ നിർഭാഗ്യവശാൽ ഈ അനുദപിക്കാത്ത പാപി നിത്യതയിലെത്താൻ സാധ്യതയില്ലാത്തത് കൊണ്ട് കർത്താവ് എന്ത് ചെയ്യും? നിത്യതയുടെ ശേഖരത്തിൽ നിന്ന് കുറച്ചെടുത്ത് അവൻ ഈ ഭൗതികതയിൽ കൊടുക്കും. ചില കാര്യങ്ങൾ അവൻ്റെ ഇഷ്ടം പോലെ അവൻ്റെ ജീവിതത്തിൽ നടക്കും. അത് ഈ ശേഖരത്തിൽ നിന്ന് കിട്ടിയതാ. ചില അപകടങ്ങൾ അവൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകും. അനുദപിക്കാൻ കർത്താവ് കൂടുതൽ സമയം കൊടുക്കും. അതൊക്കെ ഈ ഗ്രാൻഡാണ്, എക്സ്ട്രാ ബോണസാണ്. അവന് സ്പിരിച്വലി കിട്ടുന്ന അനുഗ്രഹം എന്താണ്? അവന് പാപബോധം ഉണർത്തും. 2, അവന് പാപത്തെ വെറുക്കാനുള്ള കൃപ കർത്താവ് അധികമായിട്ട് കൊടുക്കും. പ്രിയമുള്ളവരെ, ഈ വിചാരങ്ങളോടെ നമുക്ക് തിരുമുമ്പാകെ ദിവ്യകാരുണ്യ സവിധേ ആരാധനയ്ക്കായി മുട്ടുകുത്താം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആമേൻ.
താഴത്തിൻ്റെ പുണ്യസ്മരണയിതിൽ തീയായ നാവിൽ പടരാനായി ദൈവമിതാ തിരുവോസ്തിയായ രൂപം പ്രാപിച്ചണയുന്നു. തിരുരക്തത്തിൻ ശൂന്യമയാൽ നിന്നണയുന്നു. തിരുവത്താഴത്തിൻ്റെ പുണ്യസ്മരണയിതിൽ തീയായ നാവിൽ പടരാനായി ദൈവമിതാ തിരുവോസ്തിയായ രൂപം പ്രാപിച്ചണയുന്നു. തിരുരക്തത്തിൻ ശൂന്യമയാൽ നിന്നണയുന്നു. ഉള്ളിൽ തീയായി ഉയരുന്ന ദിവ്യകാരുണ്യത്തൂടിൽ പാപത്തിൻ ശാപങ്ങൾ എരിയണം. സ്നേഹത്തിൻ തീനാളം പടരേണം. പാപത്തിൻ ശാപങ്ങൾ എരിയണം. സ്നേഹത്തിൻ തീനാളം പടരേണം. ദിവ്യകാരുണ്യമേ ദൈവമേ, ദിവ്യകാരുണ്യമേ സ്നേഹമേ, ദിവ്യകാരുണ്യമായി എന്നെ തേടിയെത്തുന്ന ഈശോ അങ്ങേ ഞാൻ ഇന്നാരാധിക്കുന്നു. ആനന്ദത്തോടാരാധിക്കുന്നു. ദിവ്യകാരുണ്യമായി എന്നെ തേടിയെത്തുന്ന ഈശോ അങ്ങേ ഞാൻ ഇന്നാരാധിക്കുന്നു. ആനന്ദത്തോടാരാധിക്കുന്നു. ഈശോയെ, എന്നെ തേടി വരുന്ന കാരുണ്യമേ സ്നേഹമേ, നിനക്ക് ആരാധന. ദൈവജനമേ, ആരോഗ്യമുള്ളവരൊക്കെ തിരുമുമ്പാകെ മുട്ടുമേ നിന്ന് ഇരുകൈയും കർത്താവ് തമ്പുരാന്റെ നേർക്ക് ചെറുതായിട്ട് തുറന്നു പിടിച്ച് നമുക്ക് ആ ഈരടികൾ ദിവ്യകാരുണ്യമേ ദൈവമേ, ദിവ്യകാരുണ്യമേ സ്നേഹമേ, ദിവ്യകാരുണ്യമായി എന്നെ തേടിയെത്തുന്ന, എന്നെ തേടി വരുന്ന സ്നേഹമേ, 100 ആടുണ്ടായിരിക്കെ അതിലൊന്ന് നഷ്ടപ്പെട്ടാൽ 99നെയും വിട്ടിട്ട് നഷ്ടപ്പെട്ട ഒന്നിനെ തേടിപ്പോകണമെന്ന് പഠിപ്പിച്ച കർത്താവേ, അകന്നുപോയ എന്നെ ഒരു വേള നിന്നിൽ നിന്ന് തന്നിഷ്ടത്താലേ ദൂരത്തായി പോയ എന്നെ തേടി വരുന്ന കരുണയേറിയ സ്നേഹമേ, നിനക്ക് ആരാധന. നമുക്കൊരുമിച്ച് പാടി പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യമേ ദൈവമേ, ദിവ്യകാരുണ്യമേ സ്നേഹമേ, ദിവ്യകാരുണ്യമായി എന്നെ തേടിയെത്തുന്ന ഈശോ അങ്ങേ ഞാൻ ഇന്നാരാധിക്കുന്നു. ആനന്ദത്തോടാരാധിക്കുന്നു. ദിവ്യകാരുണ്യമായി എന്നെ തേടിയെത്തുന്ന ഈശോ അങ്ങേ ഞാൻ ഇന്നാരാധിക്കുന്നു. ആനന്ദത്തോടാരാധിക്കുന്നു. ഈശോയെ, വിശുദ്ധ കുർബാന നീ ഞങ്ങൾക്കായി സ്ഥാപിച്ചു നൽകിയ, നിന്റെ സാന്നിധ്യം ഈ കാലത്തും നീ വെളിപ്പെടുത്തുന്ന പരിശുദ്ധ കുർബാന ഞങ്ങൾക്കായുള്ള പാപപരിഹാരത്തിൻ്റെ ബലിയാണെന്ന് ഞങ്ങൾ കേൾക്കുകയായിരുന്നു. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ അറിയാതെ പറ്റുന്ന വീഴ്ചകളുടെ പരിഹാരം വിശുദ്ധ കുർബാനയിലുണ്ടെന്ന്, ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ട്
ഞങ്ങൾ ശ്രദ്ധിക്കാതെ പോയ പാപങ്ങളുണ്ട് കർത്താവേ. വാക്കാലോ പ്രവൃത്തിയാലോ മറ്റൊരാൾക്ക് ഞാൻ വേദന സമ്മാനിച്ചിട്ട് അത് ഞാൻ തിരിച്ചറിയാതെ പോയപ്പോഴൊക്കെ അത് ഞാൻ അറിയാതെ ചെയ്ത പാപങ്ങളുടെ ഗണത്തിൽ ഉൾപ്പെടുന്നുവെന്ന്. ഞാൻ മൂലം സങ്കടം അനുഭവിച്ചവർ, ഞാൻ മനസ്സറിയാത്ത കാര്യത്തിന് ഞാൻ മൂലം നൊമ്പരപ്പെട്ടവർ ഒക്കെ ഉണ്ടാകും. കർത്താവേ, അത്തരം പാപങ്ങളെ ഓർത്തെടുക്കുന്നു. ഞങ്ങൾ കേട്ടതുപോലെ ഞങ്ങളുടെ വസ്ത്രത്തിലെ കറ ഞങ്ങൾ അറിയാതെ പറ്റിയതാണെങ്കിലും കറ അവിടെ ഉള്ളിടത്തോളം കാലം അത് കഴുകി വെടിപ്പാക്കുക തന്നെ വേണം. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ അറിയാതെ പറ്റിപ്പോകുന്ന വീഴ്ചകളെ ഓർത്ത് ഞങ്ങൾ അനുദപിച്ച് അതിൻ്റെ പരിഹാരത്തിന് വിശുദ്ധ കുർബാനയിൽ അഭയം തേടുന്നു. വിശുദ്ധനായ ഗ്രിഗറി പറഞ്ഞതുപോലെ നീതിമാന്മാർ ഭയപ്പെടുന്നത് അവരറിയുന്ന പാപത്തെയല്ല, അറിയാതെ പോകുന്ന പാപത്തെയാണ്. നമ്മൾ അറിയുന്ന പാപങ്ങളെ വിശുദ്ധ കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ് പാപപുറുതി നേടിയെടുക്കാൻ നമുക്ക് കഴിയുമല്ലോ. എന്നാൽ അറിയാതെ പോകുന്ന പാപങ്ങളെ ഏറ്റുപറയാൻ നമ്മളെ കൊണ്ടാകില്ലല്ലോ. ഈശോയെ, അറിയാതെ ചെയ്തു പോകുന്ന പാപങ്ങളുടെ പരിഹാരം വിശുദ്ധ കുർബാനയിലുണ്ടെന്നറിഞ്ഞ് പാപപരിഹാര ബലിയെ ആഗ്രഹത്തോടെ സമീപിക്കാൻ ഞങ്ങളെ നീ പഠിപ്പിക്കണമേ. ഈശോയെ, തിരുമുമ്പാകെ പിതാവിൻ്റെ സന്നിധിയിൽ ഈശോ നിന്റെ രക്തശരീരങ്ങളെ ഞങ്ങൾ എടുത്ത് സമ്മാനമായി ഉയർത്തുകയാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഓരോ കുർബാനയിലും പ്രീതികരമായ, പിതാവിന് പ്രീതികരമായ ബലിയായി ഞങ്ങൾ അർപ്പിക്കുമ്പോൾ പിതാവിൻ്റെ മുമ്പിൽ ഞങ്ങൾ എടുത്തുയർത്തി കാണിക്കുന്ന സമ്മാനം ഈശോ തിരുക്കുമാരനായ നിന്റെ ശരീരവും രക്തവുമാണെന്ന്. നിന്റെ ഗുണങ്ങളാലും നിന്റെ യോഗ്യതകളാലും നിന്റെ പരിശുദ്ധിയാലും നിന്റെ പീഡാനുഭവത്തിൻ്റെ യോഗ്യതകളാലും ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് ഞങ്ങൾ പിതാവിൻ്റെ മുമ്പിൽ യാചിക്കുകയാണ് ഓരോ കുർബാനയിലുമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. നിന്റെ രക്തം ഞങ്ങൾക്കായി നിലവിളിക്കുന്നുണ്ട് ഓരോ പരിശുദ്ധ കുർബാനയിലും. അതാകട്ടെ ഞങ്ങൾ ചെയ്തു വെച്ച പാപപ്രവർത്തികളുടെ നിലവിളികൾക്ക് ഉപരിയായി ഈശോ നിന്റെ രക്തത്തിൻ്റെ നിലവിളി പിതാവിൻ്റെ സന്നിധിയിൽ ഉയരുന്നുണ്ടല്ലോ. കർത്താവേ, കരുണയോടെ ഞങ്ങളെ കാക്കുന്നതിനെ ഓർത്ത് നിനക്ക് നന്ദി പറഞ്ഞ് നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ, അനുദപിക്കാത്ത ഒരു പാപി കുർബാന അർപ്പിച്ചാൽ പോലും ആ പാപിക്ക് മേൽ കരുണയോടെ നീ നൽകുന്ന ഭൗതിക അനുഗ്രഹങ്ങളെ, കരുണയോടെ നീ നൽകുന്ന ആത്മീയ അനുഗ്രഹങ്ങളെ ഞങ്ങൾ കേട്ട് മനസ്സിലാക്കുകയായിരുന്നു. ഈശോ, തിരുമുമ്പാകെ ഞങ്ങളുടെ കുറവുകളെ ഏറ്റുപറഞ്ഞ് ഇനിയും നിന്റെ കരുണ ഞങ്ങളുടെ മേൽ ചൊരിയപ്പെടാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോ, പാപങ്ങളുടെ എണ്ണമേറി ഞങ്ങൾ എണ്ണ വറ്റിയ വിളക്ക് പോലെ ആയിക്കഴിഞ്ഞിരിക്കുന്നു. ദൈവകൃപയുടെ എണ്ണ വറ്റുകയാണ് ഈശോയെ. പരിശുദ്ധ കുർബാനയിൽ പാപപരിഹാരത്തിൻ്റെ ഈ ബലിയിൽ എളിമയോടെ പങ്കെടുത്ത് ദൈവകൃപയുടെ നിറവനുഭവിക്കാൻ ഞങ്ങൾക്ക് കഴിയട്ടെ. ഞങ്ങളുടെ കുറവുകളെ ഏറ്റുപറഞ്ഞ് ഞങ്ങൾ പാടി പ്രാർത്ഥിക്കട്ടെ. എണ്ണമേറും പാപത്താൽ ഭാരമേറും ജീവിതം
എണ്ണുവറ്റിയ വിളക്കുമായി നീങ്ങിടുന്ന ജീവിതം. വീണുടഞ്ഞ മൺ പാത്രമാണു ഞാൻ നാഥ, വീണ്ടുമൊരു ജനനം നൽകിയിടേണമേ നാഥ. എണ്ണമേറും പാപത്താൽ ഭാരമേറും ജീവിതം. എണ്ണവറ്റിയ വിളക്കുമായി നീങ്ങിടുന്ന ജീവിതം. വീണുടഞ്ഞ മൺ പാത്രമാണു ഞാൻ നാഥ, വീണ്ടുമൊരു ജനനം നൽകിയിടേണമേ നാഥ. ഈശോയെ, ഞങ്ങൾ ചെയ്തു വെച്ച പാപങ്ങൾ ഞങ്ങൾക്ക് ദോഷമായി മാറുന്നുവെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. തിരുമുമ്പാകെ, പിതാവിൻ്റെ മുമ്പാകെ സമ്മാനമായി രക്തശരീരങ്ങൾ, കർത്താവേ, നിന്റെ രക്തശരീരങ്ങൾ ഉയർത്തിയില്ലെങ്കിൽ, സമ്മാനമായി, കാണിക്കയായി, പ്രീതികരമായ ബലിയായി രക്തശരീരങ്ങളെ ഉയർത്തിയില്ലെങ്കിൽ, പൂർവ പാപത്തിൻ്റെ ശാപവാളുകൾ ഞങ്ങളുടെ തലയ്ക്ക് മുകളിൽ നിൽപ്പുണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈശോ, ഞങ്ങൾ ചെയ്തു വെച്ച ഒരു പാപവും അസാധുവായി പോകുന്നില്ലെന്ന്, അനുദപിച്ച് രമ്യപ്പെടാത്ത കാലത്തോളം ഒരു പാപവും മാഞ്ഞും മറഞ്ഞും പോകുന്നില്ലെന്ന് ഞങ്ങൾ തിരിച്ചറിയട്ടെ. ചെയ്തു വെച്ച പാപങ്ങളിൽ പലതും വേട്ടപ്പട്ടിയെ പോലെ ഞങ്ങളെ പിന്തുടരുന്നുണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിയട്ടെ. കർത്താവേ, പൂർവകാലത്തിൻ്റെ പാപങ്ങളെ ഓർത്ത് സങ്കടപ്പെടുന്ന, കരുണയ്ക്ക് യാചിക്കുന്ന നിന്റെ മക്കളുടെ മേൽ കൃപയാകണമേ. പൂർവപാപത്തിൻ ശാപം പേരിടുന്നു ഞാൻ, രോഗവും ദുരിതവും നാൾക്കുനാൾ വളരും. പൂർവപാപത്തിൻ ശാപം പേരിടുന്നു ഞാൻ, രോഗവും ദുരിതവും നാൾക്കുനാൾ വളരും. ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ നിർവീര്യമാ, പാപമെന്നെ പാതാള വഴിയിലെത്തിച്ചു. ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ നിർവീര്യമാ, പാപമെന്നെ പാതാള വഴിയിലെത്തിച്ചു. ഈശോയെ, നിന്റെ സന്നിധിയിലേക്ക് നീ കരുണയോടെ എന്നെ ചേർത്ത് പിടിക്കുന്ന അനുഭവം ഉണ്ടാക്കുക. ഈശോ, നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു തരുന്ന അനുഭവം ഉണ്ടാകുക, കൃപയിൽ നിറയുന്ന അനുഭവം ഉണ്ടാകുക, വീണ്ടും എന്നെ നീ പുതുക്കുന്ന, പുനരുദ്ധരിക്കുന്ന അനുഭവം ഉണ്ടാകുക. നിന്റെ കരുണയുടെ ചുവട്ടിലേക്ക്, ദിവ്യകാരുണ്യമേ, നിന്റെ സവിധത്തിലേക്ക് എന്നെ തന്നെ ചേർത്ത് വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. എഴുന്നള്ളിടുവാൻ മടിച്ചിടല്ലേ ദൈവമേ, സ്നേഹവും കരുണയും ഒഴുക്കണേ നാഥ. എഴുന്നള്ളിടുവാൻ മടിച്ചിടല്ലേ ദൈവമേ, സ്നേഹവും കരുണയും ഒഴുക്കണേ നാഥ.
പത്തിരട്ടി സ്നേഹമോടെ തിരിച്ചു വന്നിടാം. വീണ്ടും എന്നെ വഹിക്കണേ നിൻ വിരിച്ച ചിറകുകളിൽ. പത്തിരട്ടി സ്നേഹമോടെ തിരിച്ചു വന്നിടാം. വീണ്ടും എന്നെ വഹിക്കണേ നിൻ വിരിച്ച ചിറകുകളിൽ. പ്രിയമുള്ളവരെ, ഈ വിചാരങ്ങളോടെ വീണ്ടും ഇരുകരങ്ങളും ഉയർത്തി കർത്താവേ, നിന്റെ കരുണ ഒഴുക്കണമേ എന്ന്, നിന്റെ കരുണയാലെ ഞങ്ങളെ നോക്കണമേ എന്ന് തിരുമുമ്പാകെ നമുക്ക് പ്രാർത്ഥിക്കാം. മുട്ടുമേ നിന്ന് ഇരുകരങ്ങളും തുറന്ന് നമ്മളേറെ പാടി പ്രാർത്ഥിച്ച് പഴകിയ ആ ഗീതം മനസ്സറിഞ്ഞ് ഹൃദയം നുറുങ്ങി ആത്മാവിൽ നിന്ന് പ്രാർത്ഥന ഉയർത്തി നമുക്കൊരുമിച്ച് പാടി പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങാം. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ. പാപിയാ